പൃഥ്വിരാജിനെതിരെ വീണ്ടും RSS. എമ്പുരാൻ തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന സിനിമയെന്ന ഓർഗനൈസറിൽ ലേഖനം. സിനിമയിലുള്ളത് പൃഥ്വിരാജിന്റെ കപടതയും ഇരട്ടത്താപ്പും. മോഹൻലാൽ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ പൃഥ്വിരാജ് മൗനിയായിരിക്കുന്നത് സംശയാസ്പദമെന്നും വിമർശനം. പൃഥ്വിരാജിനും എമ്പുരാനുമെതിരെ ഇന്ന് ഓർഗനൈസർ പുറത്തുവിടുന്ന രണ്ടാമത്തെ ലേഖനമാണിത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, 6ാമത്തെ ലേഖനമാണ് ഇത്, ഇന്നത്തെ രണ്ടാമത്തെ ലേഖനം. എല്ലാ വിവാദങ്ങളും പൃഥ്വിരാജിലേക്ക് പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ലേഖനമുള്ളത്. എന്തൊക്കെയാണ് ലേഖനത്തിലെ മറ്റ് വിശദാംശങ്ങൾ? അഖില, തീർച്ചയായും ആദ്യഘട്ടത്തിൽ മോഹൻലാലിന് നേരെ ഉണ്ടായിരുന്ന ഒരു സംഘപരിവാർ ആക്രമണത്തിനൊക്കെ നിന്ന് നിലവിലിപ്പോൾ മോഹൻലാലിനെ ന്യായീകരിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഓർഗനൈസറിന്റെ ലേഖനവും വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറഞ്ഞത് മോഹൻലാൽ ഈ മുഴുവൻ സിനിമയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയാൻ തയ്യാറായി. പക്ഷേ അപ്പോഴും പൃഥ്വിരാജ് മൗനം തുടരുന്നു എന്നുള്ളതാണ്. അതിനെ അവർ അവതരിപ്പിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. കാരണം കടുവ എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിവാദങ്ങളും അന്ന് പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞു തന്നെ എടുത്തു പറഞ്ഞാണ് ഈ ഓർഗനൈസറിന് വിമർശനം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് കടുവ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണമാണ് അന്ന് ഭയങ്കര വിവാദമാകുന്നത്. അതായത് ഈ മാതാപിതാക്കൾ ചെയ്യുന്ന ദുഷ്ടതയുടെ കാരണം കൊണ്ടാണ് മക്കൾക്ക് അംഗവൈകല്യം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ളതായിരുന്നു അന്ന് കടുവയിലുണ്ടായിരുന്നൊരു പരാമർശം. പിന്നീട് അതിൻ്റെ സംവിധാനം തന്നെയായിട്ടുള്ള ഷാജി കൈലാസും അതിനോടൊപ്പം തന്നെ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ മാപ്പ് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓർഗനൈസർ പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് സംവിധായകൻ പോസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പോസ്റ്റിനെ ഷെയർ ചെയ്യുകയല്ല പൃഥ്വിരാജ് ചെയ്തത്, മറിച്ച് സ്വന്തം നിലയ്ക്ക് തന്നെ മാപ്പ് പറയുകയും പിന്നീട് നടന്ന ഒരു പത്രസമ്മേളനത്തിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാനും പൃഥ്വിരാജ് തയ്യാറായി. പക്ഷേ ഇവിടെ എമ്പുരാനിലേക്ക് വരുമ്പോൾ മോഹൻലാൽ ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമാണ് പൃഥ്വിരാജ് ചെയ്തത്. അതുമാത്രമല്ല, അതിനുശേഷം ഈ സിനിമയുടെ ഒരു 200 കോടി എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുന്ന പോസ്റ്റ് ചെയ്യാൻ പൃഥ്വിരാജിന് മടിയുണ്ടായിരുന്നില്ല. അപ്പോഴും പൃഥ്വിരാജ് സ്വമേധയാ ഇതിന് ഈ ചെയ്തു പോയതിൽ അല്ലെങ്കിൽ ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിമർശനം. അതിനോടൊപ്പം തന്നെ മോഹൻലാലിനെ ന്യായീകരിക്കുന്നുമുണ്ട് ഓർഗനൈസർ. കാരണം മോഹൻലാൽ മാപ്പ് പറഞ്ഞ് ഈ ഒരു സിനിമയുടെ തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വം തൻ്റെ തെറ്റാണെന്ന തരത്തിലേക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ എന്തുകൊണ്ട് പൃഥ്വിരാജ് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഓർഗനൈസർ വെച്ചുവെക്കുന്ന മറ്റൊരു വിമർശനം. മാത്രമല്ല, ഇന്ന് രാവിലെയും ഒരു ലേഖനം പൃഥ്വിരാജിനെതിരെ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത് പൃഥ്വിരാജ് ഈ തീവ്രവാദത്തെ വെള്ളപൂശുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ആ ലേഖനത്തിൽ പ്രധാനമായും പറഞ്ഞൊരു മറ്റൊരു കാര്യമായിരുന്നു കാശ്മീരി ഫയൽസും അതുപോലെ തന്നെ കേരള സ്റ്റോറിയും. ഈ 2 സിനിമകൾ വളരെ ധൈര്യത്തോടു കൂടി തന്നെ സത്യമായി തന്നെ പറഞ്ഞ സിനിമകളാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി സത്യത്തെ വളച്ചൊടിക്കാനും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ പൃഥ്വിരാജ് തീവ്രവാദത്തെ വെള്ളപൂശുമ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റി ഒരു അന്വേഷണം വേണമെന്നും ഓർഗനൈസർ പറയുന്നു. കാരണം കോവിഡിന് ശേഷം ഈ പൃഥ്വിരാജിൻ്റെ സാമ്പത്തിക ശേഷി വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. കോടിക്കണക്കിന് സമ്പാദ്യം പൃഥ്വിരാജ് നേടുകയുണ്ടായി. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമടക്കം പരിശോധിക്കണമെന്ന തരത്തിലേക്കാണ് RSSന് മുഖവാരിക ലേഖനം എഴുതിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പ് വീണ്ടും മറ്റൊരു ലേഖനം കൂടി വന്നിരിക്കുന്നത്. ആ ലേഖനത്തിൽ പൃഥ്വിരാജിൻ്റെ ഇരട്ടത്താപ്പാണ് ഈ സിനിമയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കടുവയിൽ മാപ്പ് പറഞ്ഞ പൃഥ്വിരാജിന് അത് കഴിഞ്ഞ് എമ്പുരാനിലേക്ക് വരുമ്പോൾ കേവലം മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല എന്നും വിമർശിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുന്ന RSS ലേഖന മുഖവാരിക അത് തുടരാൻ തന്നെയാണ് താല്പര്യമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ ലേഖനം. അഖില, ശരി മനീഷ്. വിവാദങ്ങളെല്ലാം പൃഥ്വിരാജിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്കാണ് ഓർഗനൈസറിന്റെ പുതിയ ലേഖനം വന്നിരിക്കുന്നത്.